തെലങ്കാനയിലെ വിവാദ നായകൻ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരൊറ്റ പേരേ ഉള്ളൂ, അല്ലു അർജുൻ. അതായത് അല്ലു അർജുൻ പുഷ്പ ടുവിന്റെ പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും ഇവിടെ ഒരു യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നും പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, അതായത് തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിലോ അല്ലു അർജുനുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കൾ പറയരുതെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത്. ഇതിലെന്താണ് ചേട്ടന്റെ ഒരു വിലയിരുത്തൽ, നിരീക്ഷണം? എന്തായാലും കാരണം ഇത് ദിവസങ്ങളായി ഇതാണ് ഇപ്പോൾ തെലങ്കാനയിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും എല്ലാം ചർച്ച. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയുണ്ട്. കാരണം ഈ പുഷ്പ 2 എന്ന വലിയ വിജയത്തിന് പിന്നാലെ തന്നെ ഈ അല്ലു അർജുൻ ആരാണെന്നും അദ്ദേഹത്തെക്കുറിച്ചുമെല്ലാം പാൻ ഇന്ത്യ രീതിയിലാണ് ചർച്ച. കാരണം അതിപ്പോൾ തന്നെ ആ സിനിമ ഒരു 1500 കോടി അധികം കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ രീതിയിൽ തന്നെ മുൻകാലങ്ങളിലെ പോലെയല്ല, അല്ലു അർജുൻ ഈ പുഷ്പയുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലടക്കം വലിയ ഫാൻസ് ഉണ്ടായിരുന്നു. ആദ്യം ഇദ്ദേഹം സൗത്ത് ഇന്ത്യ മാത്രം കേന്ദ്രീകരിച്ച് നിന്നൊരു നടനാണ്. ആദ്യം അദ്ദേഹത്തിന്റെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലെല്ലാം ആദ്യം ഫാൻസ് ഉണ്ടാക്കുന്നു. പിന്നീട് മലയാളത്തിൽ മല്ലു അർജുൻ എന്ന പേരിൽ മലയാളികൾ വലിയ രീതിയിൽ ഏറ്റെടുത്ത ഒരു നടനായിരുന്നു. പിന്നീട് പുഷ്പ ഇറങ്ങിയ ശേഷമായിരുന്നു അദ്ദേഹം ഈ പാൻ ഇന്ത്യ രീതിയിലേക്ക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നാം ഈ പുഷ്പയുടെ മുൻപ് ഈ പ്രീമിയർ ട്രെയിലർ എന്തോ ആയി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലെ പല പരിപാടികളും വയ്ക്കുമ്പോൾ അവിടെയെല്ലാം കാണാനെത്തുന്നത് ഈ ബോളിവുഡ് താരങ്ങൾ എത്തുമ്പോഴുള്ള ആ സമാനമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അങ്ങനെ അത്തരത്തിലൊരു സിനിമാ നടനെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പൊല്ലാപ്പിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ആകെ സൗത്ത് ഇന്ത്യയിൽ ഭരണത്തിലുള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന. കർണാടകയും ഉണ്ട്. പക്ഷേ ഈ പിടിച്ചെടുത്ത് കാരണം അവിടെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തോടു കൂടി തന്നെ ആ പ്രദേശത്തേക്ക് കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന്ധ്ര വിഭജിക്കുന്നു, തെലങ്കാനയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും ഉണ്ടാകുന്നു. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഉണ്ടാകുന്നു. അദ്ദേഹം OSR കോൺഗ്രസുമായി മുന്നോട്ട് പോകും. പിന്നീട് TDP ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അങ്ങനെ കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ അഡ്രസ്സേ ഇല്ല. മറിച്ച് തെലങ്കാനയിലേക്ക് വരുമ്പോഴും അവിടെ OSR കോൺഗ്രസ് ആണ്. OSR കോൺഗ്രസ് TRS ആണ് അവിടുത്തെ പാർട്ടി. അപ്പോൾ ഈ TRS അവിടെ ഭരണം നടത്തി പോകുമ്പോഴാണ് അപ്പോഴും എല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുന്നത് ആ സംസ്ഥാനം തുടർച്ചയായി തന്നെ TRSന്റെ കയ്യിലായിരിക്കും. അവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ റാവു അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ രേവന്ത് റെഡ്ഡി തിരിച്ചു വരികയും അദ്ദേഹം TDP വിട്ട് കോൺഗ്രസിലെത്തുകയും കോൺഗ്രസിനെ അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു തുരുത്തായി മാറിയ തെലങ്കാനയിലാണ് ഇപ്പോൾ ഒരു അനാവശ്യമായ ഒരു വിവാദമാണ്. കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമായി ഒരു കൂട്ടിക്കെട്ടേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി അന്നൊരു മരണം നടക്കുന്നു. ഇദ്ദേഹത്തിന്റെ പുഷ്പ 2വുമായി ബന്ധപ്പെട്ട് പ്രീമിയർ ഷോയ്ക്ക് ഒരു അപകടം നടക്കുന്നു. അതിൽ ആ സ്ത്രീ മരണപ്പെടുന്നു. പിന്നീട് ആ കുട്ടിക്ക് അതെ, അങ്ങനെ ആ സംഭവങ്ങൾ പിന്നാലെ ആയിരുന്നു ഈ അനാവശ്യമായി പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ശരി തന്നെയാണ്. പക്ഷെ ഇതിന്റെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയായിരിക്കുന്നത്. അങ്ങനെ ഇതിനൊരു രാഷ്ട്രീയ നിറം വന്നു. അല്ലു അർജുനെ കോൺഗ്രസ് വേട്ടയാടുന്നതായി BJP ഉൾപ്പെടെയുള്ള TRS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയാണ്. അത് ഒരു പരിധിവരെ അല്ലു അർജുന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. അതാണ് ഈ ചർച്ചയ്ക്കുള്ള കാരണവും. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അനാവശ്യമായി അങ്ങനെയാണല്ലോ തുടക്കം ഉണ്ടായത് തന്നെ. അദ്ദേഹം തീവ്രവാദിയല്ല, അതോടൊപ്പം തന്നെ മറ്റേ പീഡന കേസിലെ പ്രതിയല്ല, മറ്റ് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിനും പങ്കാളിയാകാത്ത ഒരു നടനെ എന്തുകൊണ്ട് ഇത്രയും വീട് വളഞ്ഞ് അദ്ദേഹത്തെ ഭാര്യയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന ചോദ്യങ്ങൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ആ ചോദ്യങ്ങളെല്ലാം ബലം അവസാനം തിരിച്ചടി നേരിട്ടത് കോൺഗ്രസിനാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം മുതലെടുക്കാൻ BJP വലിയ ശ്രമം നടത്തിയിരുന്നു. കാരണം BJP തെലങ്കാനയിൽ എങ്ങനെയെങ്കിലും കടന്നു കയറി അവിടെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. സൗത്ത് ഇന്ത്യയിൽ BJP വളരുക എന്നത് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അവർ രണ്ടാമത്തെ സംസ്ഥാനം കർണാടകയിൽ അവർക്ക് മുൻപ് തന്നെ അധികാരമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനമായി അവർ കാണുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ അതിനനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടെന്ന് അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ കൃത്യമായ അജണ്ടയുമായാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അവിടെ 16 സീറ്റിൽ 8 എന്ന തുല്യ ശക്തിയായ BJP അവിടെ നിൽക്കുകയാണ്. ഈ വളർച്ച തന്നെ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ
കർണാടകയ്ക്ക് ശേഷം മറ്റൊരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം കൂടെ അവർക്ക് പിടിച്ചെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ അല്ലു അർജുനെ പോലുള്ള ഒരു മെഗാ സ്റ്റാറിനെ തങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP ഇത് രാഷ്ട്രീയ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ് വളരെ വൈകിയായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അനാവശ്യ വിവാദങ്ങളിൽ നിന്നും പിന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഈ പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുപരിപാടികളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലോ പ്രതികരിക്കരുത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കരുത് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തെലങ്കാനയിൽ അറിയാം, വർഷങ്ങളായി തന്നെ റാംജി റാവു ഫിലിം സിറ്റി ഉൾപ്പെടെയുള്ളത് ഈ ആന്ധ്രാപ്രദേശ് തെലങ്കാന കേന്ദ്രമാക്കിയല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വ്യവസായത്തിന് സ്കോപ്പുള്ള ഒരു സംസ്ഥാനമാണ് ഈ തെലങ്കാനയും അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ആന്ധ്രാപ്രദേശും. അതുകൊണ്ട് തന്നെ ഇത് സാമ്പത്തികമായും വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിലുള്ളത്. അപ്പോൾ ഈ സിനിമാ വ്യവസായത്തിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കോൺഗ്രസിനായിരിക്കും, രേവന്ത് റെഡ്ഡിക്കായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സീനിയറായ നേതാക്കൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സിനിമാ വ്യവസായ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അനാവശ്യ സംഘർഷം ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ. കാരണം കോൺഗ്രസിന് ഇപ്പോൾ അല്ലു അർജുനെ എതിർക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായി അല്ലു അർജുനെ അനാവശ്യമായി പിടികൂടി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജാമ്യം കിട്ടിയിട്ടും ഒരു ദിവസം അദ്ദേഹത്തെ അഡീഷണലായി പുറത്തുവിടാതെ ജയിലിൽ വച്ചിരുന്നു. വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് തെളിയിക്കാനുള്ളതും അതിനുവേണ്ടി വാദിക്കാനുള്ളതും കോൺഗ്രസ് നേതാക്കളാണല്ലോ. അങ്ങനെ ഇനി അങ്ങനെ എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കണം നേതാക്കൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാവൂ എന്നും ഈ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. അങ്ങനെ രേവന്ത് റെഡ്ഡിയുമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ്, അതായത് അല്ലു അർജുന്റെ പിതാവ് കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്ത വന്നായിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ ഒരു നിർദ്ദേശം. രേവന്ത് റെഡ്ഡിക്ക് മുമ്പ് തന്നെ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തെ വേട്ടയാടുന്നത്, അദ്ദേഹം ഒരു വലിയ കുടുംബമാണ്, ഈ രാഷ്ട്രീയവുമായി എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പല സിനിമാ നടന്മാരും നടിമാരുമെല്ലാം ഉള്ള ഈ ഒരു ചലച്ചിത്ര കുടുംബമാണ്. ആ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് പലരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ഇത് കോൺഗ്രസ് സർക്കാരും കോൺഗ്രസും തങ്ങളെ വേട്ടയാടുന്നതായ ഒരു ചിന്തയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭാര്യ പിതാവ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കണ്ട് അന്ന് ഇത് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അവിടെ നിന്നൊന്നും അതൊന്നും അവസാനിക്കുന്ന ഘട്ടമില്ല. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇത് BJP ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതിന് ഏറ്റവും കൃത്യമായ ഉദാഹരണം ഇദ്ദേഹത്തിന്റെ വീട് ഒരു 7-8 വിദ്യാർത്ഥികൾ ആക്രമിച്ചിരുന്നു. ആ വീട്ടിലേക്ക് കടന്നു കയറി അവിടുത്തെ ചെടിച്ചട്ടികളും മറ്റു ജനാലകളിലും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായിട്ടാണ് കാണാനുള്ളത്. കാരണം ഇദ്ദേഹത്തിന് ഇത്രയും വിവാദം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന് എന്തുകൊണ്ട് കൃത്യമായ സുരക്ഷ ഒരുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് BJP ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ BJP മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് ഈ രേവന്ത് റെഡ്ഡി ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ചില വ്യക്തികളാണ് ഈ വീട് ആക്രമിച്ചതെന്നും BJP പറയുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിനോട് നേതാക്കൾ മൗനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കളോട്. മറിച്ച് ഇനി പ്രതികരിക്കാനുള്ള രേവന്ത് റെഡ്ഡിയാണ്. ഇനി ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പെത്തുമോ, അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയപരമായി BJPക്ക് ഗുണം ചെയ്യുമോ, അദ്ദേഹത്തെ ഇനി അവസാനം രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തള്ളിവിടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. ഇത്തരം മണ്ടൻ തീരുമാനങ്ങളായിരുന്നു ഉത്തരേന്ത്യയിലും കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നത്. അതിനെല്ലാം വലിയ തിരിച്ചടി. ഉദാഹരണം, ഈ ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളുമായിരുന്നു. ആന്ധ്രയിലെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. ആ കോട്ടയിൽ നിന്നെല്ലാം വീണ്ടും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രേവന്ത് റെഡ്ഡി വന്നതിന് ശേഷമായിരുന്നു കോൺഗ്രസ് തെലങ്കാനയിൽ തിരിച്ചു വരുന്നത്. അങ്ങനെ ആ തെലങ്കാനയിൽ നിന്നും ഈ അനാവശ്യമായ വിവാദം, കാരണം ഒരു പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരു അനാവശ്യമായ വിവാദമാണ് കോൺഗ്രസ് ഇപ്പോൾ തലയിൽ എടുത്തു വച്ചിരിക്കുന്നത്.